നമസ്കാരം. സമരഭൂമിയായി രാജ്യ തലസ്ഥാനം പാറ്റാക്കൂട്ടം തെരുവിലാണ്. പിന്നോട്ടില്ലാതെ മുന്നോട്ടെന്ന് ഉറപ്പിക്കുകയാണ് സമരമുഖത്ത് കോക്രോച്ച് ജനതാ പാർട്ടി. പിന്തുണയുമായി കൂട്ടത്തോടെ കോൺഗ്രസ് നേതാക്കളും എത്തിയതോടെ സമരത്തിന്റെ മുഖം മാറുന്നു. ജൻസി പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ പോലീസും കേന്ദ്രസേനയും കൈക്കരുത്ത് കാണിച്ചു. യുവരോക്ഷത്തിൽ കേന്ദ്ര സർക്കാർ പകച്ചു. രാജ്യത്ത് പുതിയൊരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുകയാണോ CJP? ടോപ് 10 സമഗ്രമായി വരാം. ആദ്യം പ്രധാന വാർത്തകൾ. ഡൽഹി ഇന്നും പ്രക്ഷുബ്ധം. CJPയെ പിന്തുണച്ച് കോൺഗ്രസിന്റെ വൻ പ്രതിഷേധം. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ സമരം ചെയ്ത രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കി. ചർച്ചയ്ക്ക് തയ്യാറെന്നറിയിച്ചിട്ടും സമരത്തിൽ നിന്നും രാഹുൽ പിന്മാറിയില്ലെന്നും സമരം ജനാധിപത്യ വിരുദ്ധമെന്നും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഡൽഹിയിലെ പോലീസ് നടപടിയിൽ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം. ട്രെയിൻ തടഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർത്തിയവരെ ജയിലിലടയ്ക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നും പരീക്ഷകളിൽ സുതാര്യത ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും NDA യോഗത്തിൽ മോദി. വർഷകാല സമ്മേളനത്തിന്റെ 2ാം ദിനവും പാർലമെന്റിൽ ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം. സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി വിധിയിൽ ഇടപെട്ട് സുപ്രീം കോടതി. സെക്രട്ടറിയെ അഡ്മിനിസ്ട്രേറ്ററായി നിയോഗിച്ച നടപടി റദ്ദാക്കി. തീരുമാനങ്ങൾ എടുക്കാൻ ബോർഡിന് ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി വേണമെന്ന നിർദ്ദേശം നിലനിൽക്കും. പ്രതീക്ഷിച്ച വിധിയെന്ന് ബോർഡ് ചെയർമാൻ KS ഹംസ. ഉത്തരവ് സർക്കാരിന് തിരിച്ചടിയല്ലെന്ന് മന്ത്രി N ഷംസുദ്ദീൻ. PSC പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം ഊർജിതമാക്കി ക്രൈംബ്രാഞ്ച്. കൂടുതൽ പരീക്ഷകളിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു. PSCക്കെതിരെ വീണ്ടും വിവരാവകാശ കമ്മീഷൻ. ഉത്തരവ് നടപ്പാക്കാതെ ഉദ്യോഗസ്ഥർ ഒത്തുകളിക്കുന്നുവെന്നും നടപടി വേണമെന്നും ആവശ്യം. ആലപ്പുഴയിൽ ചോദ്യപേപ്പർ മാറി നൽകിയതിൽ സ്കൂൾ പ്രിൻസിപ്പലിനും PSC ഉദ്യോഗസ്ഥനായ അഡീഷണൽ ചീഫ് സൂപ്രണ്ടിനും വീഴ്ചയെന്ന് PSC ജില്ലാ ഓഫീസറുടെ റിപ്പോർട്ട്. പരീക്ഷ വീണ്ടും നടത്തും. പാലാ നഗരസഭാ ഭരണം UDFന് നഷ്ടമായി. ഇടതുമുന്നണി കൊണ്ടുവന്ന അവിശ്വാസം പാസായി. ഹാജരായ 17 പേരും പ്രമേയത്തെ അനുകൂലിച്ചു. വോട്ട് ചെയ്തവരിൽ വിപ്പ് ലംഘിച്ചെത്തിയ 4 കോൺഗ്രസ് കൗൺസിലർമാരും പുറത്തായത് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ. വിപ്പ് ലംഘിച്ചവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് DCC പ്രസിഡന്റ്. സിക്കിമിൽ തുരങ്ക നിർമ്മാണ സ്ഥലത്തെ മണ്ണിടിച്ചിലിൽ 12 മരണം. ഇനി കണ്ടെത്താനുള്ളത് 13 പേരെ. കാണാതായവരിൽ കോട്ടയം സ്വദേശിയും ജിയോളജിസ്റ്റുമായ അനീഷ് മോഹനും. അമേരിക്കയുടെ ആക്രമണങ്ങൾക്കിടെ സമാധാന നീക്കവുമായി ഇറാൻ. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായി ഇറാൻ ആഭ്യന്തരമന്ത്രിയുടെ നിർണായക കൂടിക്കാഴ്ച. ഹോർമൂസിൽ കുവൈറ്റ് എണ്ണക്കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇറാൻ സ്ഥാനപതിയെ വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിച്ച് ഇറാൻ. അർജന്റീനൻ ഫുട്ബോൾ താരങ്ങൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് ഫിഫ. ലോകകപ്പ് തോൽവിക്ക് പിന്നാലെ സ്പെയിൻ താരങ്ങളെ കയ്യേറ്റം ചെയ്തതും രാഷ്ട്രീയ ബാനർ ഉയർത്തിയതും അന്വേഷിക്കും. ദേശാഭിമാനി ലേഖന വിവാദത്തിൽ നടപടി. വാരാന്ത പതിപ്പ് എഡിറ്ററുടെ ചുമതലയിൽ നിന്നും KR അജയനെ മാറ്റി. പകരം ചുമതല T ചന്ദ്രമോഹന്. നടപടി വിശദീകരണം തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി. കള്ളൻ വിജയൻ എന്ന ലേഖനം ഫേസ്ബുക്കിൽ പങ്കുവച്ച് TC രാജേഷ്. സ്റ്റോറി ഓഫ് ദ ഡേ. നേർവഴി കാണിച്ച് കഥ മധുരം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ആദ്യം നോക്കാം. ഡൽഹിയിൽ ഇന്ന് കണ്ടത് നാടകീയ രംഗങ്ങൾ. പാറ്റാക്കൂട്ടം
തെരുവിലാണ്. കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ അപ്രതീക്ഷിത പ്രതിഷേധവുമായി കോൺഗ്രസും. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തി. CJP സമരത്തിലെ പോലീസ് ലാത്തിച്ചാർജിലും വിദ്യാഭ്യാസ മേഖലയിലെ തകർച്ചയിലും പ്രധാനമന്ത്രി നേരിട്ട് മറുപടി പറയണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. അനുനയ നീക്കത്തിന് വഴങ്ങാത്തതോടെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ MPമാരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി അഖിലേഷ് യാദവിനെയും അറസ്റ്റ് ചെയ്തു. പ്രതിഷേധത്തിനിടയിലുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് പരിക്കേറ്റു. അതേസമയം ചർച്ചയ്ക്ക് തയ്യാറെന്ന് അറിയിച്ചിട്ടും സമരത്തിൽ നിന്നും രാഹുൽ ഗാന്ധി പിന്മാറിയില്ലെന്നും സമരം ജനാധിപത്യ വിരുദ്ധമെന്നും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരത്തിൽ പ്രക്ഷുബ്ധമാണ് രാജ്യ തലസ്ഥാനം. പ്രതിപക്ഷം മുൻപോട്ട് വെച്ച വിഷയങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ സർക്കാർ വഴങ്ങാത്തതോടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് മിന്നൽ പ്രകടനം നടത്തി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, VD സതീശൻ, DK ശിവകുമാർ തുടങ്ങിയവരും MPമാരും മുതിർന്ന നേതാക്കളും സമരത്തിൽ അണിനിരന്നു. ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള MPമാരും പോലീസും തമ്മിൽ വാക്കുതർക്കവും സംഘർഷവും ഉണ്ടായി. കോക്രോച്ച് പാർട്ടിയുടെ സമരത്തിന് നേരെയുണ്ടായ പോലീസ് ലാത്തിചാർജിൽ ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്നും വിദ്യാഭ്യാസ മേഖലയിലെ തകർച്ചയിൽ പ്രധാനമന്ത്രി നേരിട്ട് മറുപടി പറയണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സമരം കടുത്തതോടെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് സമരവേദിയിലെത്തി രാഹുൽ ഗാന്ധിയുമായി അനുനയ ചർച്ച നടത്തിയെങ്കിലും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിലെ സമരം അവസാനിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. ഇതോടെ സുരക്ഷാ ചുമതലയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. കൂടുതൽ സേനാവിന്യാസം നടത്തി രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് ബലം പ്രയോഗിച്ച് വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. സമരത്തിന് പിന്തുണയുമായി എത്തിയ അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും രാജ്യവ്യാപകമായി പ്രതിഷേധം കടുപ്പിക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അതേസമയം ഡൽഹിയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തുടനീളം പ്രതിഷേധം. എറണാകുളം MG റോഡിൽ യൂത്ത് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. ആലപ്പുഴ കായംകുളത്ത് യൂത്ത് പ്രവർത്തകർ വഞ്ചിനാട് എക്സ്പ്രസ് ട്രെയിൻ തടഞ്ഞു. പാലക്കാട് ചിറ്റൂരിൽ നടന്ന പ്രതിഷേധ പ്രകടനം ഉണ്ടായി. പ്രതിഷേധക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും കോലം കത്തിച്ചു. കോഴിക്കോടും വലിയ പ്രതിഷേധമാണ് കണ്ടത്. നഗരത്തിലും ബ്ലോക്ക് അടിസ്ഥാനത്തിലും കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചുകൾ നടന്നു. VT സൂരജ് MLA യുടെ നേതൃത്വത്തിൽ ബാലുശ്ശേരിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്ത പ്രകടനം ഉണ്ടായി. ആലപ്പുഴയിലും പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബൈപ്പാസ് ഉപരോധിച്ചു. കൊമ്മാടിയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധം സംഘടിപ്പിച്ചത്. പ്രവർത്തകർ വഴിയിൽ കുത്തിയിരുന്നതോടെ ബൈപ്പാസിൽ ഗതാഗത തടസ്സമുണ്ടായി. പോലീസ് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. കാസർഗോഡും പ്രതിഷേധം. കോൺഗ്രസ് പ്രവർത്തകർ പന്തം കൊളുത്തി പ്രകടനം നടത്തി. തൃക്കരിപ്പൂരിൽ നടത്തിയ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. DCC വൈസ് പ്രസിഡന്റ് KK രാജേന്ദ്രൻ, ജനറൽ സെക്രട്ടറി P കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ പ്രതിഷേധ നേതൃത്വം നൽകി.
തിരുവനന്തപുരത്തും വ്യാപക പ്രതിഷേധം നടന്നു. ഡിവൈഎഫ്ഐ, AIYF, KSU പ്രവർത്തകരാണ് പ്രതിഷേധിച്ചത്. ഇടത് യുവജന സംഘടനകൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ കോലം കത്തിച്ചു. യൂത്ത് കോൺഗ്രസ് ലോക് ഭവനിലേക്കാണ് മാർച്ച് നടത്തിയത്. M. ലിജു, സണ്ണി ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ബാരിക്കേഡിന് മുകളിൽ കയറി പ്രവർത്തകർ പ്രതിഷേധിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലുള്ളവർക്കെതിരെ ശക്തമായ നടപടി. ചോദ്യപേപ്പർ ചോർത്തിയവരെ ജയിലിൽ അടയ്ക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും പരീക്ഷകളിൽ സുതാര്യതയും ഉത്തരവാദിത്വം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി യോഗത്തിൽ പറഞ്ഞു. വർഷകാല സമ്മേളനത്തിന്റെ 2ാം ദിനവും പാർലമെന്റിൽ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം ശക്തമാകുന്നതിനിടെയാണ് NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശം. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർത്തിയ സംഭവത്തിൽ ഉത്തരവാദികൾക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കണമെന്ന് പ്രധാനമന്ത്രി. ഇത്തരം ചോദ്യപേപ്പർ ചോർച്ച തടയേണ്ടത് രാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും പരീക്ഷകളിൽ സുതാര്യത ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ പറഞ്ഞതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. Prime Minister had stated very clearly that all those who were involved in paper leaks, in the recent NEET paper leaks, are arrested. 13 of them are put into jail, and Prime Minister desires that these people should be given most stringent possible punishment. And also Prime Minister stressed that to prevent any future leaks for any examination, for any state, we must come together to ensure that no matter these people, this gang, these people who are involved in paper leaks. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ 2ാം ദിനമായ ഇന്നും ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, പ്രതിഷേധക്കാർക്കെതിരായ പോലീസ് നടപടികൾ, അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നിവ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. രാവിലെ 11 മണിക്ക് ലോക്സഭ ചേർന്ന ഉടൻ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം ആരംഭിച്ചു. നടപടിക്രമങ്ങൾ ആരംഭിച്ച് മിനിറ്റുകൾക്കകം തന്നെ ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് 12 മണിവരെ താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും ബഹളം തുടർന്നതോടെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. സഭാ നിയമങ്ങൾ അനുസരിച്ച് അംഗങ്ങൾക്ക് വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള അവസരം ലഭിക്കുമെന്ന് സ്പീക്കർ ഓം ബിർള ഉറപ്പു നൽകിയെങ്കിലും പ്രതിഷേധം അവസാനിച്ചില്ല. രാജ്യസഭയിലും സമാന സാഹചര്യം തന്നെയായിരുന്നു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭാ നടപടികൾ ആവർത്തിച്ച് തടസ്സപ്പെടുകയും കാര്യമായ നിയമനിർമ്മാണ നടപടികളൊന്നും പുരോഗമിക്കാതിരിക്കുകയും ചെയ്തു. അതേസമയം ദേശവികസനവുമായി ബന്ധപ്പെട്ട സുപ്രധാന ബില്ലുകൾ പരിഗണിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ പ്രതിപക്ഷം സഹകരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. പരിഗണനയിലുണ്ടായിരുന്ന 8 ബില്ലുകളിൽ ക്രിയാത്മക ചർച്ച നടത്താൻ പ്രതിപക്ഷം തയ്യാറാകണമെന്നും സർക്കാർ അഭ്യർത്ഥിച്ചു. മൺസൂൺ സമ്മേളനത്തിന്റെ 2ാം ദിനത്തിൽ നിർണായകമായ 2 ഭേദഗതി ബില്ലുകളാണ് പരിഗണനയ്ക്കെടുത്തിരുന്നത്. വന്ദേമാതരത്തിന് ദേശീയഗാനത്തിന് തത്തുല്യമായ അംഗീകാരം നൽകുന്നതും സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം ചീഫ് ജസ്റ്റിസ് ഒഴികെ 33-ൽ നിന്ന് 37 ഉയർത്താനുള്ള ബില്ലും പരിഗണിക്കാൻ നിശ്ചയിച്ചിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കേരള വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി വിധിയിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ. സർക്കാർ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിലായിരിക്കും വഖഫ് ബോർഡ് പ്രവർത്തനമെന്ന ഭാഗം സുപ്രീം കോടതി റദ്ദാക്കി. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ ബോർഡിന് ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി വേണമെന്ന നിർദ്ദേശം നിലനിൽക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുന്നു. കേരള വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ട് ബോർഡ് നൽകിയ ഹർജി പരിഗണിച്ചാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. വഖഫ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജോയിന്റ് സെക്രട്ടറിയെ അഡ്മിനിസ്ട്രേറ്ററായി നിയോഗിച്ച നടപടി റദ്ദാക്കി. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ബോർഡിന് മറ്റൊരു മേൽനോട്ടം ആവശ്യമില്ലെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റെ തീരുമാനം. എന്നാൽ ഹൈക്കോടതി വിധി പൂർണ്ണമായും റദ്ദാക്കണമെന്ന വഖഫ് ബോർഡിന്റെയും ബോർഡംഗം ഒമർ ഫൈസിയുടെയും ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ ബോർഡിന് ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി വേണമെന്ന നിർദ്ദേശം നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കി.
ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സ്വീകരിച്ചത്. മുസ്ലിം ഇതര മതസ്ഥരെ ബോർഡിൽ ഉൾപ്പെടുത്തുന്നത് മാത്രമല്ല വിഷയമെന്നും ബോർഡിലെ അംഗങ്ങളുടെ യോഗ്യത ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ടെന്നും സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. വഖഫ് ബോർഡിന്റെ ഹർജിക്കെതിരെ BJP നേതാവ് ഷോൺ ജോർജ് തടസ്സ ഹർജി നൽകിയിരുന്നു. കേസിൽ എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിക്കാൻ കേരള ഹൈക്കോടതിയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വഖഫ് ബോർഡ് കേസിൽ ഹൈക്കോടതി നിർദ്ദേശം നീക്കിയ സുപ്രീം കോടതി വിധി പ്രതീക്ഷിച്ചതാണെന്ന് ബോർഡ് ചെയർമാൻ KS ഹംസ. ഹൈക്കോടതി നിലവിലുള്ള വഖഫ് ബോർഡിനെ കേട്ടിട്ടില്ലെന്നും ബോർഡിനെ കേട്ടതിനു ശേഷം അനുകൂല വിധിയുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിന് ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടം ആവശ്യമില്ലെന്ന സുപ്രീം കോടതിയുടെ ഇടപെടൽ വഖഫ് ബോർഡിന് ആശ്വാസമേകുന്നതാണ്. പ്രതീക്ഷിച്ച വിധിയാണിതെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ പറഞ്ഞു. നമ്മളതിലേക്ക് അത്ഭുതമൊന്നുമില്ല, നമ്മളെ പ്രതീക്ഷ തന്നെയാണ്. കാരണം ഹൈക്കോടതിയുടെ നിരീക്ഷണം അത് ഉമീദ് ആക്ടിനും അഥവാ 2025 വഖഫ് അമെൻമെൻറ്റ് ആക്ടിന് 1995 വഖഫ് ആക്ടിന് ഘടകവിരുദ്ധമായിരുന്നു. അതിൽ പരാമർശിക്കാത്ത, അതിൽ പ്രതിപാദിക്കാത്ത കാര്യമാണ് കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് സുപ്രീം കോടതി ലിഫ്റ്റ് ചെയ്തു. നിലവിൽ നയപരമോ പ്രധാനപ്പെട്ടതോ ആയ തീരുമാനങ്ങൾ എടുക്കാൻ ബോർഡിന് ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി വേണമെന്ന നിർദ്ദേശം നിലനിൽക്കും. മൂലധന ചെലവുകൾ ഉണ്ടാക്കരുതെന്നും ഹൈക്കോടതി വിധിയിലുണ്ടായിരുന്നു. നിലവിൽ ബോർഡിനെ കേൾക്കാതെയാണ് ഹൈക്കോടതി വിധി പറഞ്ഞതെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ പറഞ്ഞു. ഹൈക്കോടതി അതിൻ്റെ മെറിറ്റിലേക്ക് വരുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഞങ്ങളെ കേൾക്കാതെ, ബോർഡിനെ കേൾക്കാതെയാണ് ഹൈക്കോടതി വിധി പറഞ്ഞിട്ടുണ്ടായത്. ബോർഡിനെ കേട്ട് ഹൈക്കോടതി നാളെ വിധി പറയാനിരിക്കുകയാണ്. അതുകൊണ്ട് ബോർഡ് ഇതിലൊന്നും ഉത്തരവാദിയല്ല. 2016 UDF സർക്കാർ നിയോഗിച്ച വഖഫ് ബോർഡ് 2019 വരെ തുടർന്നിട്ടുണ്ട്. അതുപോലെയുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം വേണമെന്നാണ് ചെയർമാന്റെ വാദം. സംസ്ഥാന സർക്കാർ ഗൃഹപാഠമില്ലാതെ കോടതിയിൽ പ്രവർത്തിച്ചതിന്റെ പ്രശ്നങ്ങളാണ് നിലവിലുള്ളതെന്നും ചെയർമാൻ കുറ്റപ്പെടുത്തി. അതേസമയം കേസും ആരോപണ പ്രത്യാരോപണങ്ങളും നടക്കുന്നതിനിടെ വഖഫ് ബോർഡ് ജുഡീഷ്യൽ സിറ്റിംഗ് കോഴിക്കോട് ഡിവിഷണൽ ഓഫീസിൽ ചേർന്നു. 85ഓളം കേസുകളാണ് വഖഫ് ബോർഡിന് മുന്നിലുള്ളത്. ബോർഡ് ചെയർമാൻ ഉൾപ്പെടെ 6ഓളം അംഗങ്ങൾ സിറ്റിംഗിൽ പങ്കെടുത്തു. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. വഖഫ് ബോർഡ് വിഷയത്തിലെ സുപ്രീം കോടതി ഉത്തരവ് സർക്കാരിന് തിരിച്ചടിയല്ലെന്ന് മന്ത്രി N ഷംസുദ്ദീൻ. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തു മോശമാണ്. വിഷയം ഹൈക്കോടതിയിൽ തുടരട്ടെ എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. കേസ് ഹൈക്കോടതിയിൽ ഇനിയും തുടരും. സംസ്ഥാന സർക്കാർ നൽകിയ അഫിഡവിറ്റ് താൻ കണ്ടോ എന്നതല്ല പ്രശ്നം. വഖഫ് ബോർഡിന് യോഗം ചേരാം, പക്ഷേ ഇങ്ങനെയൊരു തർക്കം നിലനിൽക്കുമ്പോൾ യോഗം ചേരുന്നത് ശരിയല്ല എന്നും മന്ത്രി വ്യക്തമാക്കി. ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുന്നത് എത്ര മോശമാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് ഈ വിഷയം ഇപ്പം ഞങ്ങൾ കേൾക്കേണ്ടതില്ല, ഇത് ഹൈക്കോടതിയിൽ തന്നെ തുടർന്നാൽ മതി എന്നാണ്. അപ്പോൾ ഹൈക്കോടതിയിൽ തന്നെയാണ് ഇനി ഈ കേസ് തുടരുക. കേരളത്തിലെ വഖഫ് ബോർഡിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി സ്വാഗതം ചെയ്ത് BJP. കേരള ഹൈക്കോടതിയിൽ BJP സമർപ്പിച്ചിട്ടുള്ള ഹർജിയുടെ എല്ലാ വാദമുഖങ്ങളും സുപ്രീം കോടതി അംഗീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളതെന്നും BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പറഞ്ഞു. മുസ്ലിം ലീഗ് പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ന്യായങ്ങളാണെന്നും രാജ്യത്തിന്റെ നിയമം എല്ലാവർക്കും ബാധകമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. The board shall for the time being function under the supervision of joint secretary എന്ന ആ ഒരു സെൻറ്റൻസ് മാത്രമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടിട്ടുള്ളത്. കേരള ഹൈക്കോടതിയിൽ ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടത് ഈ രാജ്യത്ത് ഒരു നിയമം നിലനിൽക്കുന്നുണ്ട്. ആ നിയമപ്രകാരം 2025 വഖഫ് അമെൻമെൻറ്റ് ആക്ടിൽ സർക്കാർ കൊണ്ടുവന്ന നിയമം എന്തോ അത് അനുസരിക്കാൻ സംസ്ഥാന സർക്കാരും ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് കേരള ഹൈക്കോടതിയുടെ വിധിയിലൂടെ നമുക്ക് മനസ്സിലായത്. വഖഫ് ബോർഡ് വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ഇന്ന് കേരളം എടുത്ത നിലപാട് ഗൗരവതരമെന്ന് മുൻ മന്ത്രി P രാജീവ്. അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നത് എതിർക്കുന്നില്ല എന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. എന്നിട്ടും വകുപ്പ് മന്ത്രി പറയുന്നത് അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടില്ല എന്നാണെന്നും P രാജീവ് ആരോപിച്ചു. BJPക്ക് സമാനമായ നിലപാടാണ് വഖഫ് ബോർഡ് നിയമനത്തിൽ സർക്കാർ സ്വീകരിക്കുന്നതെന്നും P രാജീവ് ആരോപിച്ചു. വഖഫ് ബോർഡിന് അഭിപ്രായങ്ങളെല്ലാം പറയാം, വേണമെങ്കിൽ മറ്റ് കേസിനകത്ത് പറയാമെങ്കിൽ പോലും ഇവിടെ അതിൻ്റെ അതോറിറ്റി ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് വളരെ പ്രകടമായി നോൺ മുസ്ലിംസിനെ ഉൾപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല, ഞങ്ങൾ അണ്ടർടേക്കിംഗ് കൊടുത്തിട്ടുണ്ട് എന്ന് കേരളത്തിന് വേണ്ടിയുള്ള സീനിയർ പ്ലീഡർ, സീനിയർ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. കേരളത്തിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ അത് ഒന്നുകൂടി എടുത്ത് ഞങ്ങൾ അണ്ടർടേക്കിംഗ് കൊടുത്തിട്ടുണ്ടെന്ന് ആവർത്തിച്ച് പറയുന്നതും ഈ വെബ് സ്ക്രീനിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ അതോടുകൂടി വളരെ വ്യക്തമായി
നോൺ മുസ്ലിംസിനെ ഇനിയിപ്പോൾ BJP ഓഫീസിൽ നിന്ന് ലിസ്റ്റ് കിട്ടേണ്ട താമസം ഉണ്ടാവുള്ളൂ എനിക്കത് വയ്ക്കാനായിട്ട്. ബാക്കിയെല്ലാം റെഡിയായിട്ട്. PSC പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം ഊർജിതമാക്കി ക്രൈംബ്രാഞ്ച് സംഘം. കൂടുതൽ പരീക്ഷകളിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഉത്തരവ് നടപ്പിലാക്കാത്ത PSCക്കെതിരെ വീണ്ടും വിവരാവകാശ കമ്മീഷന് മുൻപിൽ പരാതി നൽകി. PSC പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം കൂടുതൽ തലത്തിലേക്ക് വ്യാപിപ്പിക്കാനൊരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം. മറ്റു പരീക്ഷകളിലും ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നത് അന്വേഷിക്കും. ആസൂത്രണ ബോർഡിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ SITക്ക് PSC കൈമാറിയിരുന്നു. എന്നാൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം ഈ രേഖകൾ ഉദ്യോഗാർത്ഥികൾക്ക് PSC കൈമാറിയിട്ടില്ല. ഒരു റാങ്ക് പട്ടിക കൂടി വരാനിരിക്കെ ഈ ഘട്ടത്തിൽ കൈമാറാനാകില്ല എന്നാണ് അപേക്ഷകർക്ക് നൽകിയ മറുപടി. ഉത്തരവ് നടപ്പാക്കാതെ PSC ഒത്തുകളിക്കുകയാണെന്ന് ആരോപിച്ച് ഉദ്യോഗാർത്ഥികൾ വീണ്ടും രംഗത്തു വന്നു. വിവരാവകാശ കമ്മീഷന് പരാതിയും നൽകിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. അതേസമയം വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നായിരുന്നു PSC നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആലപ്പുഴയിൽ PSC ചോദ്യപേപ്പർ മാറി നൽകിയ സംഭവത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിക്ക് PSC ആഭ്യന്തര വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. PSC ജില്ലാ ഓഫീസർ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. വീഴ്ചയുടെ ഉത്തരവാദിത്തം ചീഫ് സൂപ്രണ്ടായ സ്കൂൾ പ്രിൻസിപ്പലിനും PSC ഉദ്യോഗസ്ഥനായ അഡീഷണൽ ചീഫ് സൂപ്രണ്ടിനുമെന്നും റിപ്പോർട്ട്. LGS പ്രാഥമിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ആലപ്പുഴ ലജ്നത്ത് സ്കൂളിൽ മാറി നൽകിയത്. ലജ്നത്ത് സ്കൂളിൽ പരീക്ഷകൾ ഇനി നടത്തില്ലെന്നും PSC അറിയിച്ചു. ചോദ്യപേപ്പർ മാറി നൽകിയ ഉദ്യോഗാർത്ഥികൾക്കായി വീണ്ടും പരീക്ഷ നടത്തും. പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസം പാസായി. പാലാ നഗരസഭയിൽ UDFന് അധികാരം നഷ്ടമാകുന്നു. പാലാ നഗരസഭയിൽ ഇടതുപക്ഷം അവതരിപ്പിച്ച അവിശ്വാസം കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണയോടെ പാസായതോടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായിരുന്ന ദിയ ബിനു പുറത്ത്. UDF തന്നെ നഗരസഭയിൽ അധികാരത്തിൽ വരുമെന്ന് അവിശ്വാസത്തെ പിന്തുണച്ച് കോൺഗ്രസ് കൗൺസിലർമാർ പറഞ്ഞു. അവിശ്വാസത്തെ പിന്തുണച്ചവരുമായി സഹകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ബിജു പാലുപ്പടവൻ സൂചന നൽകി. ജനാധിപത്യപരമായ നടപടിയെ മാനിക്കുന്നുവെന്നും UDFനൊപ്പം ഉറച്ചുനിൽക്കുമെന്നും ദിയ ബിനു വ്യക്തമാക്കി. 17 പേരുടെ വോട്ടോടെയാണ് പാലാ നഗരസഭയിൽ ചെയർപേഴ്സണെതിരായ അവിശ്വാസ പ്രമേയം പാസായത്. പാർട്ടി വിപ്പ് ലംഘിച്ച് 4 കോൺഗ്രസ് കൗൺസിലർമാർ അവിശ്വാസത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. ഉപാധ്യക്ഷ മായ രാഹുലും അവിശ്വാസത്തെ പിന്തുണച്ചു. പാർട്ടി വിപ്പ് ലഭിച്ചിട്ടില്ലെന്നും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF ഭരണം തന്നെ നഗരസഭയിൽ ഉണ്ടാകുമെന്നും അവിശ്വാസത്തെ അനുകൂലിച്ച കോൺഗ്രസ് കൗൺസിലർമാർ പറഞ്ഞു. പാലായിലെ ഓരോ UDF പ്രവർത്തകർ ചോര നീരുവാക്കി സ്വതന്ത്ര മുന്നണിക്ക് പിന്തുണ കൊടുത്തപ്പോൾ അവിടെ പോലും സ്ഥാനാർത്ഥി നിർത്താതെ ഞങ്ങൾ നിർത്തിയപ്പം അവർ ആദ്യമേ എന്താ കാണിച്ചത്? LDF അവിശ്വത്ത് വിട്ട് കൂട്ടുകെട്ടുണ്ടാക്കാനാണ് ശ്രമിച്ചത്. അവർ എല്ലാ രീതിയിലും അവിശ്വത്ത് കൂട്ടിട്ട് ഇങ്ങനെയുള്ള ഒരു പ്രവർത്തകരാണ് UDF പ്രവർത്തകർ. UDFന്റെ ചെയർമാൻ ഒരു കാര്യം പറയുന്നു, അതിനെതിരെ പറയുന്നത് എങ്ങനെയാ? അവിശ്വാസം പാസ്സാക്കിയത് UDF പാലാ നിയന്ത്രണത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്. അവിശ്വാസം മണ്ഡലം കമ്മിറ്റിയാണ് പ്രമേയം പാസ്സാക്കിയത്. സത്യത്തിന്റെയും നീതിയുടെയും വിജയമാണ് ഉണ്ടായിരിക്കുന്നതെന്നും അവിശ്വാസത്തെ പിന്തുണച്ചവരുമായി ഭാവിയിൽ സഹകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് ബിജു പാലുപ്പടവൻ പറഞ്ഞു. ഞങ്ങൾ നേരത്തെ തന്നെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിലും ഈ കുടുംബ കൂട്ടായ്മയുമായി ചേർന്ന് ഒരു ഭരണത്തിനുമില്ല എന്ന് തീരുമാനിച്ചത് ഈ കാവിധി നടക്കാൻ വേണ്ടിയാണ്. പാലായ്ക്ക് ഒരു പാരമ്പര്യമുണ്ടായിരുന്നു, പാലായ്ക്ക് SS ഉണ്ടായിരുന്നു. മാണിസാറ് വിഭാവനം ചെയ്ത പാല, നല്ല സുന്ദരമായൊരു പാല, അതിൻ്റെ ആ കാലഘട്ടത്തിൻ്റെ ഒരു കോട്ടമാണ് കഴിഞ്ഞ 6 മാസക്കാലം വന്നത്. ജനാധിപത്യപരമായ നടപടിയെ മാനിക്കുന്നുവെന്ന് പുറത്തായ ചെയർപേഴ്സൺ ദിയ ബിനു പ്രതികരിച്ചു. എന്നും UDF തീരുമാനത്തിനൊപ്പമാണ് നിലകൊണ്ടിട്ടുള്ളത്. അത് തുടരുമെന്നും ദിയ വ്യക്തമാക്കി. നേതൃത്വം എപ്പോഴും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ UDFന്റെ ബാക്കിംഗ് എപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, കൗൺസിലറായിട്ട് വന്ന ചെയർപേഴ്സൺ ഒരു വലിയ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. എനിക്ക് അവസരം ഉണ്ടാക്കി തന്നതും UDF ആണ്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വമാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക കടപ്പാട് എനിക്ക് എപ്പോഴും അവരോട് കാണും. UDFന്റെ തീരുമാനത്തിനെതിരായ കോൺഗ്രസ് കൗൺസിലർമാരുടെ നടപടിക്കെതിരെ കോൺഗ്രസ് പാർട്ടി തന്നെ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സ്വതന്ത്ര കൂട്ടായ്മ അംഗം ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. ആരാധനായ മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഒക്കെ ഉൾപ്പെടെയുള്ള നിർദ്ദേശമനുസരിച്ചാണ് വിപ്പ് നൽകിയതും അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് വിമതര്. അപ്പോൾ തീർച്ചയായും നടപടികളിലേക്ക് പോകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. സ്വതന്ത്ര കൂട്ടായ്മയോടുള്ള ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിലെ ചില കൗൺസിലർമാരുടെയും എതിർപ്പ് ഒന്നിച്ചപ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സണായിരുന്ന ദിയ ബിനു പുറത്തായി. നഗരസഭാ ഭരണത്തിന്റെ ഭാവി ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് LDFും UDFും വിമതരും പറയുന്നത്. അമൃത ന്യൂസ്, കോട്ടയം. എന്നാൽ പാർട്ടിയെ ചതിച്ചവരെ പാർട്ടിക്ക് വേണ്ട എന്ന കോട്ടയം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് MLA. പാലായിൽ ഇടത് അവിശ്വാസത്തെ അനുകൂലിച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. സംഘടനാപരമായ നടപടി എന്താണെന്ന് KPCC പ്രസിഡന്റ് പറയും. വിപ്പ് ലംഘിച്ചപ്പോൾ തന്നെ അവർ പാർട്ടിക്ക് പുറത്തായി എന്നും നാട്ടകം സുരേഷ് പറഞ്ഞു. പാലാ നഗരസഭയിൽ നടന്ന അവിശ്വാസ പ്രമേയ ചർച്ചയിൽ കോൺഗ്രസിന്റെ 4 കൗൺസിലർമാർ
പാർട്ടി വിപ്പ് ലംഘിച്ച് അവിശ്വാസ പ്രമേയത്തിന് LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി നിലപാട് സ്വീകരിച്ചത് പാർട്ടി വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പാർട്ടി വെച്ചുപൊറിപ്പിക്കില്ല. ഒരു കാരണവശാലും ഇത് ഇനി തുടർന്ന് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. സിക്കിമിൽ തുരങ്ക നിർമ്മാണ സ്ഥലത്തെ മണ്ണിടിച്ചിലിൽ 12 തൊഴിലാളികൾ മരിച്ചു. 13 പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു. കാണാതായവരിൽ കോട്ടയം സ്വദേശിയും ഉൾപ്പെടുന്നു. സിക്കിമിലെ നാംചി ജില്ലയിലെ സമർദുങ്ങിൽ തുരങ്ക നിർമ്മാണ സൈറ്റിലുണ്ടായ മണ്ണിടിച്ചിലിലും മീഥെയ്ൻ വാതക ചോർച്ചയിലുമാണ് തൊഴിലാളികൾ മരിച്ചത്. തുരങ്കത്തിനുള്ളിൽ ഇപ്പോഴും തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. കാണാതായവരിൽ കോട്ടയം സ്വദേശിയും ഉൾപ്പെടുന്നു. ജിയോളജിസ്റ്റും NHPC സീനിയർ മാനേജറുമായ അനീഷ് മോഹനെയാണ് കാണാതായത്. മണ്ണ് വീണ് തുരങ്കത്തിന്റെ കവാടം അടഞ്ഞ നിലയിലായതിനാൽ തൊഴിലാളികളെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ദുഷ്കരമായി തുടരുകയാണ്. തുരങ്കത്തിനുള്ളിലെ മീഥെയ്ൻ ഗ്യാസ് ചോർച്ച രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ടെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. NDRF, SDRF, ലോക്കൽ പോലീസ് എന്നിവർ സംയുക്തമായിട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. തീസ്റ്റ സ്റ്റേജ് BI ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ സമർദുങ് തുരങ്കത്തിന്റെ പ്രവേശന കവാടത്തിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെ സ്ഥലത്തുണ്ട്. മണ്ണിടിച്ചിലിന് പിന്നാലെ തുരങ്കത്തിനുള്ളിൽ മീഥെയ്ൻ വാതകത്തിന്റെ അളവുയർന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി. സിക്കിം മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്ങും സംഭവസ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ദുരന്ത സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കാനും രക്ഷാപ്രവർത്തനങ്ങൾ വിലയിരുത്താനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രേം സിംഗ് തമാങ്ങുമായി ഫോണിൽ സംസാരിച്ച് കേന്ദ്ര സഹായം വാഗ്ദാനം ചെയ്തു. ന്യൂസ് ഡെസ്ക് അമൃത TV. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം രൂക്ഷമാകുന്നതിനിടെ മേഖലയിലെ സ്ഥിതിഗതികൾ ശാന്തമാക്കാനുള്ള നീക്കങ്ങളുമായി ഇറാൻ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല പ്രതിനിധി സംഘം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, സൈനിക മേധാവി അസീം മുനീർ എന്നിവരുമായി നിർണായക കൂടിക്കാഴ്ചകൾ നടത്തി. ചർച്ചകളുടെ വിശദാംശങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല എങ്കിലും പാകിസ്ഥാനും ഖത്തറും സംയുക്തമായി മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി എന്നതാണ് വിവരം. ഹോർമൂസ് കടലിടുക്കിന് മേലുള്ള നിയന്ത്രണം ഉറപ്പാക്കാൻ US സേന ഇറാനിൽ തുടർച്ചയായി ആക്രമണം നടത്തുകയാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം പൂർണ്ണ തോതിലേക്ക് വ്യാപിച്ചതായി ഇറാൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഈ നീക്കങ്ങൾ. അതേസമയം മേഖലയിലെ US സഖ്യരാജ്യങ്ങളായ കുവൈറ്റ്, ബഹ്റിൻ, ജോർദാൻ എന്നിവിടങ്ങളിലേക്ക് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ വ്യാപിപ്പിച്ചു. കൊല്ലപ്പെട്ട US സൈനികരുടെ ജീവന് ഇറാൻ 10 മടങ്ങ് വില നൽകേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇതിനിടയിൽ മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കൈഫാൻ എന്ന കുവൈറ്റിന്റെ എണ്ണക്കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കുവൈറ്റ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. കുവൈറ്റിലെ ഇറാൻ സ്ഥാനപതി മുഹമ്മദ് തൂത്തോൻജിയെ വിളിച്ചുവരുത്തിയാണ് കുവൈറ്റ് വിദേശകാര്യ ഉപമന്ത്രി ഹമദ് സുലൈമാൻ അൽ മിഷാൻ പ്രതിഷേധക്കുറിപ്പ് കൈമാറിയത്. തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച കുവൈത്തി എണ്ണക്കപ്പൽ ആക്രമിക്കപ്പെട്ടത്. സംഭവത്തിൽ ജീവനക്കാരിൽ ചിലർക്ക് പരിക്കേറ്റതായും കുവൈറ്റ് അറിയിച്ചിരുന്നു. കുവൈറ്റിന്റെ പരമാധികാരത്തിനും ദേശീയ താൽപര്യങ്ങൾക്കും നേരെയുള്ള ഗുരുതരമായ ലംഘനമാണെന്നും ഉപവിദേശകാര്യമന്ത്രി പറഞ്ഞു. ഇറാൻ നടത്തുന്ന നിയമവിരുദ്ധ ആക്രമണങ്ങൾ ഉടനെ തന്നെ അവസാനിപ്പിക്കണമെന്നും കുവൈറ്റ് ആവശ്യപ്പെട്ടു. കാനഡയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വിവിധ ഉൽപ്പന്നങ്ങൾക്ക് 50% താരിഫ് ഏർപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വീഞ്ഞ്, ഹോക്കി സ്റ്റിക്കുകൾ തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾ, സിമന്റ് ഉൾപ്പെടെയുള്ള നിർമ്മാണ വസ്തുക്കൾ, ഊർജ്ജം, പൊട്ടാഷ് തുടങ്ങിയ നിർണായക ധാതുക്കൾ, മത്സ്യം തുടങ്ങി നിരവധി പ്രധാന കയറ്റുമതികൾ ഒഴിവാക്കപ്പെടും. 1 മാസത്തിനകം തീരുവ പ്രാബല്യത്തിൽ വരുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. അതേസമയം അമേരിക്കയുമായുള്ള ചർച്ചകൾ തുടരുമെന്ന് കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ നിലവിലെ അസ്വാരസ്യങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കുന്നതാണ് അമേരിക്കയുടെ പുതിയ നടപടികളെന്നും മാർക്ക് കാർണി ആരോപിച്ചു. കായിക വാർത്തകൾ നോക്കാം. ലോകകപ്പ് ഫൈനലിലെ പരാജയത്തിന് പിന്നാലെ സ്പാനിഷ് താരങ്ങളെ അർജന്റീന താരങ്ങൾ കൈകേറ്റം ചെയ്ത സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച ഫിഫ. ഫൈനലിന് ശേഷമാണ് ഗ്രൗണ്ടിൽ കൂട്ടത്തല്ലുണ്ടായത്. അർജന്റീന പ്രതിരോധ താരം മൊളീന, മിഡ്ഫീൽഡർ ലിയാൻഡ്രോ പരേദസ്, സഹപരിശീലകനും അർജന്റീനയുടെ മുൻ താരവുമായ ഫാബിയൻ അയാള എന്നിവർക്കെതിരെയാണ് ഫിഫയുടെ അച്ചടക്ക സമിതി അന്വേഷിക്കുന്നത്. ഫിഫ
ഡിസിപ്ലിനറി ആക്ടിലെ ആർട്ടിക്കിൾ 36 പ്രകാരമാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതാണ് റിപ്പോർട്ട്. പ്രത്യേക പ്രോസിക്യൂട്ടറെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ താരങ്ങൾക്ക് വിലക്ക് ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും. അർജന്റീനയെ തോൽപ്പിച്ച് 2026 ഫിഫ ലോകകപ്പ് സ്വന്തമാക്കിയ സ്പെയിൻ ദേശീയ ഫുട്ബോൾ ടീമിന് അഭിനന്ദന പ്രവാഹം. കിരീടവുമായി തിരിച്ചെത്തിയ ടീമിനെ സ്പാനിഷ് രാജകുടുംബവും പ്രധാനമന്ത്രിയും മാഡ്രിഡിൽ ഔദ്യോഗികമായി സ്വീകരിച്ചു. സർസീല കൊട്ടാരത്തിൽ വെച്ച് രാജാവ് ഫിലിപ്പ് ആറാമൻ, രാജ്ഞി ലെറ്റീസിയ, രാജകുമാരിമാരായ ലിയോനോർ, സോഫിയ എന്നിവർ ടീമിനെ സ്വീകരിച്ചു. തുടർന്ന് പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസുമായും ടീം കൂടിക്കാഴ്ച നടത്തി. ഓപ്പൺ ടോപ്പ് ബസ് പരേഡിൽ 10 ലക്ഷത്തിലേറെ ആരാധകരാണ് പങ്കെടുത്തത്. സിബേലസ് സ്ക്വയറിലാണ് ആഘോഷങ്ങൾ സമാപിച്ചത്. പുരുഷ ടീമിനെ കൂടി നേട്ടത്തോടെ ഫിഫയുടെ പുരുഷ വനിതാ ലോകകപ്പ് കിരീടങ്ങൾ ഒരേ സമയം കൈവശമുള്ള ആദ്യത്തെ രാജ്യമായി മാറുകയാണ് സ്പെയിൻ. അർജന്റീനയുടെ ഫിഫ ലോകകപ്പ് ഫൈനൽ തോൽവിക്ക് പിന്നാലെ ലയണൽ മെസ്സിയുടെ വൈകാരിക കുറിപ്പ്. പരാജയത്തിന്റെ വേദന അതികഠിനമെന്നും മുറിവുണങ്ങാൻ സമയമെടുക്കുമെന്നും ഇൻസ്റ്റയിൽ മെസ്സി പങ്കുവെക്കുന്നു. പോസ്റ്റിൽ ആരാധകർക്ക് നന്ദി അറിയിക്കുകയും സ്പെയിനിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർച്ചയായ 2ാം ലോകകപ്പ് ഫൈനലിൽ കളിക്കാൻ കഴിഞ്ഞതിൽ താൻ അഭിമാനിക്കുന്നുവെന്നും മെസ്സി കൂട്ടിച്ചേർക്കുന്നു. ലോകകപ്പിന് ശേഷം ക്ലബ് ഫുട്ബോളിലേക്ക് മടങ്ങുന്ന താരം ജൂലൈ 23-ന് ഷിക്കാഗോ ഫയർ FCക്കെതിരെയുള്ള മേജർ ലീഗ് സോക്കർ മത്സരത്തിലും തുടർന്ന് ജൂലൈ 26-ന് CF മോൺട്രിയലിന് എതിരെയുള്ള മത്സരത്തിലും ഇന്റർ മയാമിക്കായി കളത്തിൽ ഇറങ്ങും.